ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായി പോര് തുടരുന്നതിനിടെ ഇടത് സർക്കാരിന് വെല്ലുവിളിയായി അടുത്ത വർഷത്തെ നയപ്രഖ്യാപനം. കേന്ദ്രത്തിനും ഗവർണർക്കും എതിരായ പരാമർശങ്ങൾ നിറഞ്ഞതായിരിക്കും നയപ്രഖ്യാപന പ്രസംഗം എന്നിരിക്കെ ഇത് ഗവർണർ വായിക്കുമോ എന്നതിലാണ് സർക്കാരിന് ആശങ്ക. പുതുവർഷത്തെ നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നതും ഗവർണർ സർക്കാർ പോരിന്റെ മറ്റു തലത്തിലേക്കാകും. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കേന്ദ്രവിരുദ്ധ പരാമർശങ്ങൾ നയപ്രഖ്യാപനത്തിൽ ഉണ്ടാകുമെന്നുറപ്പാണ്. കൂടാതെ നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഒപ്പിടാത്തതും VC നിയമനങ്ങൾ നടക്കാത്തതുമെല്ലാം ഗവർണർക്കെതിരായും നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉണ്ടാകും. ഇതെല്ലാം ചൂണ്ടിക്കാട്ടി സർക്കാർ നൽകുന്ന നയപ്രഖ്യാപന പ്രസംഗം ഗവർണർ വായിക്കുമോ എന്നതാണ് അറിയേണ്ടത്. പുതുവർഷത്തെ നിയമസഭാ സമ്മേളനം ആരംഭിക്കേണ്ടത് സർക്കാരിന്റെ നയപ്രഖ്യാപനം അവതരിപ്പിച്ചുകൊണ്ടാണ്. ഭരണഘടനാ പ്രകാരം നയപ്രഖ്യാപന പ്രസംഗം നടത്താൻ ഗവർണർക്ക് ബാധ്യതയുണ്ട്. ജനുവരി മധ്യത്തോടെ നിയമസഭാ സമ്മേളനം ചേരാനാണ് ആലോചന. അങ്ങനെ വന്നാൽ ഗവർണർ സർക്കാർ പോര് അടുത്തൊരു ഘട്ടത്തിലേക്ക് കടക്കും. നയപ്രഖ്യാപനം അംഗീകരിക്കാതിരിക്കുകയും ഒപ്പിടാൻ ഉപാധി വയ്ക്കുകയും ചെയ്ത മുൻകാല ചരിത്രം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് ഉണ്ട്. 2022 സംഭവം. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന് ഖജനാവിൽ നിന്ന് പെൻഷൻ നൽകുന്നത് അവസാനിപ്പിക്കണമെന്നായിരുന്നു ഉപാധി. മുഖ്യമന്ത്രി നേരിട്ട് രാജ്ഭവനിലെത്തി അനുനയിപ്പിക്കാൻ ശ്രമിച്ചിട്ടും 7.5 മണിക്കൂർ സർക്കാരിനെ മുൾമുനയിൽ നിർത്തിയ ശേഷമാണ് ഗവർണർ നയപ്രഖ്യാപനത്തിൽ ഒപ്പിട്ടത്. അതേസമയം പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ വികാരം ഉൾപ്പെടെ കേന്ദ്രവിരുദ്ധ പരാമർശങ്ങൾ ഉൾപ്പെട്ട നയപ്രഖ്യാപന പ്രസംഗം 2020 അതേപടി വായിച്ച ചരിത്രവുമുണ്ട് ഗവർണർക്ക്. ഇതിൽ ഏത് നടപടിയാകും പുതുവർഷത്തിൽ ഉണ്ടാക്കുകയെന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ജനം, തിരുവനന്തപുരം.